ഇന്ത്യൻ പശുക്കൾക്ക് മാത്രമുള്ള ആധുനിക ഫാമും ഭ്രൂണ ബാങ്കും തൃശൂരിൽ ആരംഭിച്ചു. ഇത്തരമൊരു സംരംഭം ദക്ഷിണേന്ത്യയിൽ ആദ്യത്തേതാണ്. ഇന്ത്യയുടെ തനത് പശുവർഗ്ഗങ്ങളായ ഗിർ, കാങ്കറേജ്, അർപ്പാർക്കർ, കേരള ബ്രീഡുകളായ വെച്ചൂർ, കാസർഗോഡ് കുള്ളൻ, വയനാടൻ പുള്ളിപ്പശു എന്നീ വംശനാശം സംഭവിക്കുന്ന പശുവിനങ്ങൾ തുടങ്ങിയവ ലൈവ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ പുത്തൂരിലുള്ള ഫാമിലുണ്ടാകും. കേരളത്തിന്റെ തനതിനങ്ങൾ പലതും പാല് കുറവാണെങ്കിലും രോഗപ്രതിരോധ ശേഷിയും വളർത്താനുള്ള ചിലവും കുറവുള്ളതാണ്. വർഷത്തിൽ 200ഓളം ഭ്രൂണങ്ങൾ ഉൽപ്പാദിപ്പിച്ച് സൂക്ഷിക്കാൻ കഴിയുന്ന ലാബും ഇവിടെയുണ്ട്. ഭാരതത്തിന്റെ തനത് ജനുസുകളായ ഗിർ, താർപ്പാർക്കർ, കാൻഗ്രേജ് എന്നീ ഇനങ്ങളുടെ സംരക്ഷണവും എണ്ണത്തെ വർദ്ധിപ്പിക്കാനുള്ളതാണ് നമ്മുടെ ഈ ഫാം കൊണ്ട് പ്രത്യേകമായി ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇപ്പോൾ പുതിയതായി ആരംഭിച്ചിരിക്കുന്ന വെച്ചൂർ, കാസർഗോഡ് ഡോർഫ് എന്നീ കേരളത്തിന്റെ തനത് ജനുസുകളെ അവർ വംശനാശം സംഭവിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ പ്രത്യേകം സംരക്ഷിച്ച് എണ്ണത്തിൽ വർദ്ധിപ്പിക്കുക എന്നതൊക്കെയാണ് ഈ ഫാമിന്റെ ലക്ഷ്യം. നിലവിൽ വെച്ചൂർ പശുക്കൾ അടക്കമുള്ളവയുടെ പ്രത്യുൽപാദന നിരക്ക് വളരെ കുറവാണ്. ലാബിൽ സൂക്ഷിക്കുന്ന ഭ്രൂണങ്ങളെ ഏത് പശുവിലും നിക്ഷേപിക്കാനും അങ്ങനെ ഈ ഇനത്തിലെ പശുക്കളുടെ നിരക്ക് കൂട്ടാനുമാകും. ഇന്ത്യയുടെ ഓരോ പ്രദേശത്തിന്റെയും കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും ഇണങ്ങുന്ന പശുക്കളെ തെരഞ്ഞെടുത്ത് വംശവർധന നടത്തുന്നതിലൂടെ നാടൻ ജനുസുകളുടെ വലിയൊരു തലമുറയെ സൃഷ്ടിക്കാനുമാകും. കുറഞ്ഞ സ്ഥലം മാത്രം ആവശ്യമുള്ള നാടൻ പശുക്കൾ കർഷകർക്ക് മുതൽക്കൂട്ടാകും. സങ്കര ഇനങ്ങൾ വർദ്ധിച്ചതോടെ കേരളത്തിന്റെ തനതിനം പശുക്കൾ 13% കുറഞ്ഞു. കേരളത്തിന്റെ നാടൻ പശുക്കളെ സംരക്ഷിക്കാനുള്ള പദ്ധതിയാണിത്. ക്യാമറാമാൻ ദിലീപ് താണിക്കൊപ്പം കുണ്ടൂർ സത്യനാരായണൻ, സൂര്യ ന്യൂസ്, തൃശൂർ.